ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ട്രിപ്പ് ടു ഇൻഫിനിറ്റി എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സയൻസ് ഡോക്യുമെൻ്ററി ആണ്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡോക്യുമെൻ്ററി ആണ്, എന്നാലും നിങ്ങളത് മാക്സിമം കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിലത്തെ കുറച്ച് ഇമേജസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് എൻഡ് ഓഫ് ദി യൂണിവേഴ്സിനെ കുറിച്ചാണ്. യൂണിവേഴ്സിൻ്റെ അവസാനം, എങ്ങനെയാണ് നമ്മുടെ പ്രപഞ്ചം അവസാനിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആസ്ട്രോഫിസിസ്റ്റ് ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് ഹൗ ദി യൂണിവേഴ്സ് വിൽ എൻഡ്. അപ്പോൾ അവർ കുറേ കാലമായിട്ട് എങ്ങനെയായിരിക്കും ഈ പ്രപഞ്ചം അവസാനിക്കുക, എങ്ങനെയായിരിക്കും അതിൻ്റെ അവസാനം എന്നതിനെക്കുറിച്ച് ഒരുപാട് പരീക്ഷണങ്ങളല്ല ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ദർ ആർ സെവറൽ പോസിബിൾ സെനറിയോസ്. അതിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒത്തിരി സാധ്യതകളെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിഗ് ക്രഞ്ചാണ്. ബിഗ് ക്രഞ്ച് കൊണ്ട് എന്താ ഉദ്ദേശിക്കണം? ഗ്രാവിറ്റി പുൾസ് ദ യൂണിവേഴ്സ് ബാക്ക് ഇൻ ടു ഇറ്റ് സെൽഫ്. ഈ ഗ്രാവിറ്റി കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സ്പോഞ്ചിൻ്റെ പന്തെടുക്കുകയാണ്, അതങ്ങോട്ട് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കണം? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബിഗ് ക്രഞ്ച്, അങ്ങോട്ട് ഞെരിക്കുന്നത് പോലെ മൊത്തത്തിൽ ആ ഗ്രാവിറ്റി കാരണം ഉള്ളിലോട്ട് ഞെരിഞ്ഞാൽ വരുന്ന ഒരവസ്ഥ. മേ ബി അങ്ങനെ നമ്മുടെ പ്രപഞ്ചം ഇല്ലാണ്ടായേക്കാം. ദ ബിഗ് ചിൽ രണ്ടാമത്തെ ഒരു സാധ്യതയാണ്. ദ യൂണിവേഴ്സ് എക്സ്പാൻഡ്സ് അണ്ടിൽ സ്റ്റാർസ് ബേൺ ഔട്ട് ലീവിങ് ഇറ്റ് കോൾഡ് ആൻഡ് ഡെഡ്. മൊത്തത്തിൽ എല്ലാം കൂടെ തണുത്തുറഞ്ഞ ഐസ് കട്ടയായിട്ട് മൊത്തത്തിൽ എല്ലാം കൂടെ നശിച്ചു പോകുന്ന ഒരവസ്ഥ. അതാണ് ബിഗ് ചില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ യൂണിവേഴ്സ് എക്സ്പാൻഡ്സ് ഫോർ എവർ. ദ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി കോൾഡ് ആൻഡ് ലോൺലി. അപ്പോൾ അവിടെ സംഭവം യൂണിവേഴ്സ് മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇൻക്രീസിംഗ്ലി ഒത്തിരി എന്തായും കോൾഡായി ലോൺലി ആയി എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ദ യൂണിവേഴ്സ് എക്സ്പാൻഡ്സ് അറ്റ് ആൻ എവർ ക്വിക്കൻ പേസ് കോസിങ് ഇറ്റ് ടു റൈപ്പ് അപ്പാർട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ സംഭവിക്കാം? ഈ ഒരു യൂണിവേഴ്സ് തന്നെ മൊത്തത്തിൽ ഒന്നും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യാം? അപ്പാർട്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ വികസിച്ച് വന്നിട്ട് മൊത്തത്തിൽ എന്താ നമ്മളിങ്ങനെ കീറി പറഞ്ഞു പോകുന്നറിയില്ലേ, അത്തരത്തിൽ നമ്മൾ വികസിച്ച് പോയിട്ട് എല്ലാം കൂടെ നശിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയിൽ അങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൊത്തത്തിലൊരു അവസാനം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അവസാനം സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഒരു 4 തരത്തിലാണ് എന്ത് ചെയ്യാൻ സാധ്യത, ഇത്തരത്തിൽ പ്രപഞ്ചം അവസാനിക്കാനുള്ള സാധ്യത എന്നാണ് അവർ ഊഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ പ്രപഞ്ചം ബിഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു ബിഗിനിങ് ഓഫ് ദി യൂണിവേഴ്സിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ യൂണിവേഴ്സ് വിൽ എൻഡ്, സയൻറ്റിസ്റ്റ് സ്റ്റഡി ഇറ്റ്സ് ബിഗിനിങ്. അപ്പോൾ എങ്ങനെ യൂണിവേഴ്സ് എൻഡ് ആവും എന്ന് അറിയണമെങ്കിൽ എങ്ങനെ അത് ബിഗിൻ ചെയ്തു എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ അത് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്. എഡ്വിൻ ഹബിൾ ഡിസ്കവേർഡ് ഇൻ 1929 ദാറ്റ് ദ യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡിങ്. 1929 കണ്ടുപിടിച്ചൊരു കാര്യമാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ദിസ് ഡിസ്കവറി ലെറ്റ് ദ ബിഗ് ബാങ് തിയറി. അപ്പോൾ ആ ഒരു ഡിസ്കവറിയാണ് എന്തിലേക്ക് നയിച്ചത്? ബിഗ് ബാങ് തിയറിയിലേക്ക് നയിച്ചിട്ടുള്ളത്. ദ യൂണിവേഴ്സ് ബിഗാൻ ആസ് എ സിംഗിൾ പോയിന്റ് ആൻഡ് എക്സ്പാൻഡഡ് റാപ്പിഡ്ലി. അപ്പോൾ എന്താണ് ബിഗ് ബാങ് തിയറി? യൂണിവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു സിംഗിൾ പോയിന്റ് ആയിരുന്നു. അത് വളരെ വേഗത്തിൽ അല്ലെങ്കിൽ കുറച്ച് സമയമെടുത്ത് കുറേശ്ശെ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് വികസിച്ച് വന്നിട്ടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമായിട്ട് പല ഒരുപാട് ഗാലക്സികളും അതേപോലെ തന്നെ ഒരുപാട് സ്റ്റാർസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ എക്സ്പാൻഡ് ആയി വന്നതാണ് എന്നതാണ് നമ്മുടെ ബിഗ് ബാങ് തിയറിയിൽ കൂടെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം. പിന്നെ അത്തരത്തിൽ നമ്മൾ ഏതൊരു സംഭവം ബിഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനം ഉണ്ടാകുന്ന നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബിഗിൻ ചെയ്തിട്ടുള്ള ഈ പ്രപഞ്ചം എങ്ങനെയാണ് എൻഡ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് സയൻറ്റിസ്റ്റുകളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദ ബിഗ് ബാങ് തിയറി ആൻഡ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, അതിനെക്കുറിച്ച് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ദ യൂണിവേഴ്സ് ബിഗാൻ ആസ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദ യൂണിവേഴ്സ് ബിഗാൻ ആസ് എ സിംഗിൾ പോയിന്റ് ആൻഡ് എക്സ്പാൻഡഡ് റാപ്പിഡ്ലി അറൌണ്ട് 13.8 ബില്യൺ ഇയേഴ്സ് എഗോ. ആദ്യം ഒരു സിംഗിൾ പോയിന്റ് ആയിരുന്നു നമ്മുടെ യൂണിവേഴ്സ്. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് എന്തായിട്ട് മാറിയത്? ഇപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത്. ദ എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ് വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ എഡ്വിൻ ഹബിൾ ഇൻ 1929. 1929 എഡ്വിൻ ഹബിൾ ആണ് ഇത്തരത്തിൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്നത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ദ യൂണിവേഴ്സ് ഇസ് സ്റ്റിൽ എക്സ്പാൻഡിങ്. യൂണിവേഴ്സ് ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ റേറ്റ് ഓഫ് ദിസ് എക്സ്പാൻഷൻ ഈസ് ആക്സലറേറ്റിംഗ്. ഈ ഒരു എക്സ്പാൻഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അതായത് ആദ്യമൊക്കെ എക്സ്പാൻഡ് ചെയ്തിരുന്നതിൻ്റെ എത്രയോ അധികം സ്പീഡിലാണ് ഇപ്പോൾ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയണം. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, അതായത് രണ്ടാമത്തെ രീതി, ദ ബിഗ് ക്രഞ്ച്, ബിഗ് ചിൽ ആൻഡ് ബിഗ് റിപ്പ്. അപ്പോൾ ഇതിലെന്താ വരുന്നത്? The Big Crunch theory suggests that the universe will eventually collapse back on itself. അപ്പോൾ ബിഗ് ക്രഞ്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞ ജസ്റ്റ് ഒരു സ്പോഞ്ച് ബോൾ പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് പോലെ തന്നെ
മൊത്തത്തിൽ എല്ലാം കൂടെ ചേർന്ന് ഒന്നിലേക്ക് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ, എല്ലാം കൂടെ ക്രഞ്ചായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങനെ ഞെരിഞ്ഞമർന്ന് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയാണ് ബിഗ് ക്രഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ബിഗ് ചിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് പ്രപ്പോസസ് ദാറ്റ് ദ യൂണിവേഴ്സ് വിൽ കണ്ടിന്യൂ ടു എക്സ്പാൻഡ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് ഇവൻച്വലി ഓൾ എനർജി സോഴ്സസ് വിൽ ബി ഡിപ്ലീറ്റഡ്. പക്ഷേ എല്ലാ എനർജി സോഴ്സുകളും സ്റ്റാർസ് പോലെയുള്ള എല്ലാ എനർജി സോഴ്സുകളും ഡിപ്ലീറ്റ് ആയി പോകും. ആൻഡ് ദ യൂണിവേഴ്സ് വിൽ ബിക്കം കോൾഡ് ആൻഡ് ലൈഫ്ലെസ്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ ചൂടും എനർജിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സോഴ്സുകളും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രപഞ്ചം എന്തായിട്ട് മാറും? കോൾഡ് ആയി പോകും. അങ്ങനെ ലൈഫ്ലെസ് ആയി പോകും. എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകും. അങ്ങനെയും സംഭവിക്കാം. ദ ബിഗ് റാപ്പ് തിയറി സജസ്റ്റ് ദാറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് വിൽ ബിക്കം സോ rapid that it will tear apart the fabric of space itself. ഈ ലാസ്റ്റ് വണ്ണിൽ ഈ ബിഗ് റൈപ്പ് തിയറി എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളിപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ഒരു റബ്ബർ ബാൻഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നത് വലിച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞാൽ എന്തായിപ്പോൾ പൊട്ടിപ്പോവും. അതേ അവസ്ഥയിൽ തന്നെ ഇവിടെയും എന്ത് സംഭവിക്കുന്നത് പറയുന്നത്, എക്സ്പാൻഡ് ആയിട്ട് എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും നിങ്ങൾക്ക് കീറി പറഞ്ഞു പോകുന്നറിയില്ല, അത്തരത്തിൽ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയേക്കാം എന്നതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ഡാർക്ക് മാറ്ററിനെ കുറിച്ച്, ഡാർക്ക് എനർജീനെ കുറിച്ച്, അപ്പോൾ ഈ ഒരു ഏതൊക്കെ തരത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പ്രപഞ്ചം വന്നത്, ബിഗിൻ ചെയ്തത്, എങ്ങനെയൊക്കെ പ്രപഞ്ചം എൻഡ് ചെയ്യാം, ആ പോയിന്റുകളെ കുറിച്ച് കറക്റ്റായിട്ടൊരു ധാരണയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. അത് ഓർത്ത് വയ്ക്കുക, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജീനെ കുറിച്ച് പറയുന്നുണ്ട്. ഡാർക്ക് മാറ്റർ ഈസ് ആൻ ഇൻവിസിബിൾ ഫോം ഓഫ് മാറ്റർ ദാറ്റ് മേക്സ് അപ്പ് അപ്രോക്സിമേറ്റ്ലി 27% ഓഫ് ദ യൂണിവേഴ്സ് മാസ് എനർജി ഡെൻസിറ്റി. മൊത്തം പ്രപഞ്ചത്തിൻ്റെ മാസ് എനർജി ഡെൻസിറ്റിയിലെ 27% വഹിക്കുന്ന, നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു മാറ്ററിനെയാണ് ഈ പറയുന്ന ഡാർക്ക് മാറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം. ഡാർക്ക് എനർജി ഈസ് എ മിസ്റ്റീരിയസ് ഫോഴ്സ് ദാറ്റ് ഡ്രൈവ്സ് ആക്സലറേഷൻ ഓഫ് ദ യൂണിവേഴ്സ് എക്സ്പാൻഷൻ. യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ്റെ ത്വരിതഗതി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി തന്നെയാണ്, മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫോഴ്സാണ് ഈ ഡാർക്ക് എനർജി എന്നാണ് പറയുന്നത്. ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി വിൽ ഡിറ്റർമൈൻ ദ അൾട്ടിമേറ്റ് ഫേറ്റ് ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോൾ ഈ ഒരു ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് എന്ത് തീരുമാനിക്കുന്നത്, എങ്ങനെ യൂണിവേഴ്സ് ആവണം, അത് എക്സ്പാൻഡ് ചെയ്ത് ഇല്ലാതെയാവണോ, അതോ ഇങ്ങനെ തന്നെ പോകണം, അതോ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും തമ്മിലുള്ള ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ ഫോം ഓഫ് മാറ്റർ ആണെന്നാണ് പറയണം. യൂണിവേഴ്സിൻ്റെ നല്ലൊരു ഭാഗമുള്ളത്. ഡാർക്ക് എനർജി എന്ന് പറയുന്നത് അത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു എക്സ്പാൻഷനെ ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ രണ്ടിൻ്റെയും ബാലൻസിങ് അനുസരിച്ചിട്ടിരിക്കും ഇത് എന്താ പറയുക, എക്സ്പാൻഡ് ചെയ്ത് ഇല്ലാതാവണോ, അതോ ക്രഞ്ച് ചെയ്ത് ഇല്ലാതാവണോ, അതോ ഇങ്ങനെ തന്നെ പോകണോ എന്നതൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. ഇനി ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച്, സൂപ്പർ നോവകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. Black holes are regions of space where gravity is so strong that not even light can escape. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് സ്പേസിലുള്ള ഒരു റീജിയനാണ്, സ്ഥലങ്ങളാണ്. അവിടെ എന്തുണ്ടായിരിക്കും, ഗ്രാവിറ്റി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ഈവൻ ലൈറ്റ് ക്യാൻ എസ്കേപ്പ്, അതിനകത്തുനിന്ന് ലൈറ്റിന് പോലും എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിനകത്ത് പെട്ടുപോകും. സൂപ്പർ നോവ ആർ മാസീവ് എക്സ്പ്ലോഷൻസ് ഓഫ് സ്റ്റാർസ് ദാറ്റ് ക്യാൻ പ്രൊവൈഡ് ക്ലൂസ് അബൌട്ട് ദി എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ്. സൂപ്പർ നോവ എന്ന് പറയുന്നത് സ്റ്റാറുകളുടെ തന്നെ മാസീവ് എക്സ്പ്ലോഷൻ, വലിയ തോതിലുള്ള എനർജിയും കാര്യങ്ങളൊക്കെ പുറന്തള്ളുന്ന രീതിയിലുള്ള മാസീവായിട്ടുള്ള എക്സ്പ്ലോഷനെയാണ് സൂപ്പർ നോവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് തരുന്നു, ഒരുപാട് ക്ലൂസ് തരുന്നുണ്ട് എക്സ്പാൻഷനെ കുറിച്ച്, നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ക്ലൂസ്. നമുക്കത് ഓരോ സൂപ്പർ നോവകൾ ഇല്ലാണ്ടാവുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ദൈർഘ്യമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഏജൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും, വേറെ പല സംഭവങ്ങളുടെയും നമ്മുടെ പല യൂണിവേഴ്സിലെ പല ഭാഗങ്ങളുടെയും ആ ഒരു ഇത്തരത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. The observation of supernova and the measurement of their redshift can help scientists understand the rate of expansion of the universe. അപ്പോൾ ഇത്തരത്തിൽ ഈ സൂപ്പർനോവകളുടെ മെഷർമെൻറ്റ് ഒബ്സർവേഷനിൽ കൂടെ നമുക്ക് യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ടും എന്താ പറയുക, അതിനുള്ള ക്ലൂസ് കിട്ടാനൊക്കെ നമുക്ക് സയൻറ്റിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഫൈനലി നമുക്ക് ഫ്യൂച്ചർ ഓഫ് ദി യൂണിവേഴ്സിനെ കുറിച്ച് പറയാം. എന്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, എങ്ങനെ തുടങ്ങി എങ്ങനെയൊക്കെ അവസാനിക്കാം, അതിന് ആക്സലറേറ്റ് ചെയ്യാനും പിടിച്ചു നിർത്താനൊക്കെ സാധിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് അതിൻ്റെ ഒരു ഓവറോൾ സംഭവം എന്നാണ് പറയുന്നത്. ദ അൾട്ടിമേറ്റ് ഫേറ്റ് ഓഫ് ദി യൂണിവേഴ്സ് റിമെയിൻസ് അൺസർട്ടൺ. നമുക്ക് കറക്റ്റായിട്ട് പ്രവചിക്കാനൊന്നും പറ്റില്ല. ബട്ട് സയൻറ്റിസ്റ്റ് കണ്ടിന്യൂ ടു ഗ്യാദർ ഡാറ്റ ആൻഡ് റിഫൈൻ ദ തിയറീസ്. പക്ഷേ സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ അതിലിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഡാർക്ക് മാറ്റർ ആൻഡ് ഡാർക്ക് എനർജി വിൽ ഡിറ്റർമിൻ വെദർ ദ യൂണിവേഴ്സ് വിൽ കൊളാപ്സ്, കണ്ടിന്യൂ ടു എക്സ്പാൻഡ് ഓർ ടിയർ ഇറ്റ്സെൽഫ് അപ്പാർട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ എന്താ പറയുക ഭൂരിഭാഗം നമുക്ക് നമുക്ക് എന്താ പറയുക
പഠനങ്ങൾ കാര്യങ്ങൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് ഡാർക്ക് മാറ്ററിലും ഡാർക്ക് എനർജി നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു. ഡാർക്ക് മാറ്ററിൻ്റെയും ഡാർക്ക് എനർജിയുടെയും ആ ഒരു ബാലൻസ് ആയി പോകുന്നതിൻ്റെ അളവനുസരിച്ച് അല്ലെങ്കിൽ ആ പോകുന്ന രീതി അനുസരിച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ കൊളാപ്സ് ആവുമോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എക്സ്പാൻഡ് ആവുമോ അല്ലെങ്കിൽ നമ്മൾ ടിയർ ആയി പോവോ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ പ്രവചിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത്രയും പോയിന്റ്സ് എന്തായാലും പഠിച്ചു വയ്ക്കുക കേട്ടോ എക്സാമിന്.